പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നുണ്ടായ ഇന്ത്യ-പാകിസ്ഥാൻ സംഘർഷത്തിൽ പാകിസ്ഥാന്റെ പരമ്പരാഗത സഖ്യകക്ഷികളായിട്ടുള്ള ചൈന സ്വീകരിച്ച തന്ത്രപരമായ മൗനവും അതുപോലെ നിഷ്പക്ഷ നിലപാടും ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ രീതിയിൽ സംസാര വിഷയമായി മാറിയിരുന്നു. ഈ തന്ത്രപരമായ മൗനത്തിന് പിന്നിൽ ചൈനയ്ക്ക് കൃത്യമായ ലക്ഷ്യങ്ങളാണ് കൂടുതലും നിലനിന്നിരുന്നതും. ഇന്ത്യ-പാക് സംഘർഷത്തിൽ ചൈന അവരുടെ താൽപ്പര്യങ്ങൾ കൂടുതൽ സംരക്ഷിക്കുകയും ചെയ്തു. 2025 മെയ് 7 ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ തുടർന്നായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വീണ്ടും ഒരു സൈനിക സംഘർഷം രൂപപ്പെട്ടിരുന്നത്. ഈ ആക്രമണത്തിന് മറുപടിയായി ഇന്ത്യ പാകിസ്ഥാനിലെ 9 ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക നടപടി ആരംഭിക്കുകയും ചെയ്തു. മാത്രമല്ല, ഇന്ത്യയുടെ ഈ പ്രത്യാക്രമണത്തിൽ ലഷ്കർ-ഇ-തോയ്ബ, ജെയ്ഷെ ഭീകര സംഘടനകളുമായി ബന്ധമുള്ള 5 പ്രധാന ഭീകരർ ഉൾപ്പെടുന്ന 30-ലേറെ പേർ കൊല്ലപ്പെട്ടതായ തരത്തിലും റിപ്പോർട്ടുകളായിരുന്നു കൂടുതലും നിലനിന്നിരിക്കുന്നത്. ഇന്ത്യയുടെ നടപടിക്ക് തിരിച്ചടിയായിക്കൊണ്ട് പാകിസ്ഥാൻ തുർക്കി നിർമ്മിത സോങ്കർ ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണവും നടത്തിയിരുന്നു. പക്ഷേ ഇന്ത്യയുടെ S-400 ആകാശ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ അവയെ യഥാർത്ഥത്തിൽ വിജയകരമായി തടയുകയും ചെയ്തു. ഈ സംഘർഷാവസ്ഥയിൽ പാകിസ്ഥാന്റെ പ്രധാന സഖ്യകക്ഷിയായ തുർക്കിയും അസർബൈജാനും അവർക്ക് പരസ്യ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. അതുപോലെ സൈനിക സഹായം വാഗ്ദാനവും ചെയ്തു. പക്ഷെ ലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പാകിസ്ഥാന്റെ എല്ലാ കാലാവസ്ഥയിലുമുള്ള സുഹൃത്ത് എന്ന് വിശേഷിക്കപ്പെടുന്ന ചൈന യഥാർത്ഥത്തിൽ നിഷ്പക്ഷമായിട്ടുള്ള നിലപാടായിരുന്നു കൈക്കൊണ്ടിരുന്നത്. ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയം ഭീകരവാദത്തെ അപലപിച്ചു. മാത്രമല്ല, ഇരു രാജ്യങ്ങളോടും സംയമനം പാലിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഈ തന്ത്രപരമായ മൗനത്തിന് പിന്നിൽ ചൈനയുടെ വ്യക്തമായ താല്പര്യങ്ങളും കണക്കുകൂട്ടലുകളുമാണ് ശരിക്കും യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നത്. ചൈനയുടെ തന്ത്രപരമായ മൗനത്തിന് പിന്നിൽ നിരവധി കാരണങ്ങളും നിലനിൽക്കുന്നുണ്ട്. അതിലൊന്നാമത് സാമ്പത്തിക താല്പര്യങ്ങളാണ്. ചൈനയ്ക്ക് ഇന്ത്യയുമായും പാകിസ്ഥാനുമായും ശക്തമായ സാമ്പത്തിക ബന്ധങ്ങളാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. 2024 ഇന്ത്യ ചൈന വ്യാപാരം $136.24 ബില്യൺ വന്നിരുന്നു. ഇതിൽ $100 ബില്യൺ ചൈനയിൽ നിന്നുള്ള ഇന്ത്യയുടെ ഇറക്കുമതിക്കാണ് ഉള്ളത്. ഇലക്ട്രോണിക്സ്, ഫാർമസ്യൂട്ടിക്കൽസ് തുടങ്ങിയ മേഖലകളിൽ ഇത് വളരെ പ്രധാനമായിട്ടാണ് ഉള്ളത്. അതേസമയം തന്നെ ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി ചൈനയുടെ അഭിമാനകരമായ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായിട്ടുള്ളതാണ്. ഏകദേശം $62 ബില്യൺ ഈ പദ്ധതി ചൈനയുടെ പടിഞ്ഞാറൻ പ്രവേശികളിൽ നിന്ന് പാകിസ്ഥാനിലെ ഗ്വാദാർ തുറമുഖം വഴി പശ്ചിമേഷ്യയിൽ അതുപോലെ ആഫ്രിക്കൻ വിപണികളിലേക്കുള്ള ചൈനയുടെ പ്രവേശനം വളരെയധികം സുഗമമാക്കുന്നുണ്ട്. ഈ 2 പ്രധാന സാമ്പത്തിക താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ചൈനയ്ക്ക് ഏതെങ്കിലും ഒരു വശത്തേക്ക് ചായാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇന്ത്യയുമായുള്ള വ്യാപാരം തടസ്സപ്പെടുത്തുന്നത് ചൈനയുടെ സാമ്പത്തിക ഘടനയ്ക്ക് വളരെയധികമായിരിക്കും ദോഷം ചെയ്യുന്നത്. അതേസമയം തന്നെ ചൈനയുടെ CPEC ഇടനാഴി പാകിസ്ഥാനുമായുള്ള ബന്ധത്തിൽ അധിഷ്ഠിതമായ ആഗോള വിപണിയിലെ അവിഭാജ്യ ഘടകമായിട്ടാണ് നിലനിൽക്കുന്നത്. ആഗോള പ്രതിച്ഛായയും ഉത്തരവാദിത്വം ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിലെ സ്ഥിരംഗം എന്ന നിലയിൽ ഉത്തരവാദിത്തമുള്ള ഒരു ആഗോള ശക്തിയായി തങ്ങളുടെ പ്രതിച്ഛായ നിലനിർത്താൻ ചൈന വളരെയധികം ശ്രമിക്കുന്നു എന്നതും ഒരു സത്യമാണ്. ഭീകരവാദത്തിനെതിരെ നിലകൊള്ളുന്നുവെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തേണ്ടതും ശരിക്കും ചൈനയുടെ ഒരു ആവശ്യമാണ്. 2019 പുൽവാമ ആക്രമണത്തെ തുടർന്ന് ആഗോള സമ്മർദ്ദത്തെ തുടർന്നും ജെയ്ഷെ നേതാവ് മസൂദ് അസ്ഹറിനെ UN ആഗോള ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്താൻ ചൈന അനുവദിച്ചിരുന്നു. ഇത് ശരിക്കും ഒരു ഉദാഹരണമായി പറയുവാൻ കഴിയും. 2025 സംഘർഷത്തിൽ ഭീകരവാദത്തെ അപലപിച്ചുകൊണ്ട് പ്രസ്താവന ഇറക്കിയതിലൂടെ ചൈന തങ്ങളുടെ ആഗോള ഉത്തരവാദിത്തം നിറവേറ്റുന്നതായും അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പിന്തുണ നിലനിർത്തുന്നതുമായുള്ള തരത്തിലാണ് കൂടുതലും അതുപോലെ നയതന്ത്രപരമായ സന്തുലനം പാകിസ്ഥാനുമായുള്ള എല്ലാ കാലാവസ്ഥയിലുമുള്ള സൗഹൃദം നിലനിർത്തുന്നുമുണ്ട്. എന്നാൽ അതിനു പുറമെ ഇന്ത്യയുമായുള്ള അതിർത്തി തർക്കങ്ങൾ ചൈനയെ അതീവ ജാഗ്രതയോടെ നീങ്ങാനാണ് കൂടുതലും പ്രേരിപ്പിക്കുന്നത്. ഇന്ത്യയെ നേരിട്ട് പ്രകോപിപ്പിക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തിയിൽ പുതിയ സംഘർഷങ്ങൾക്കായിരിക്കും യഥാർത്ഥത്തിൽ വഴിതെളിക്കുക. ഇത് ചൈനയുടെ നിലവിലെ താല്പര്യങ്ങൾക്ക് വളരെയധികം ദോഷം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാന് പരസ്യമായി സൈനിക പിന്തുണ നൽകാതിരിക്കുന്നത് തുർക്കി, അസർബൈജാൻ പോലുള്ള മറ്റ് രാജ്യങ്ങളെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ ചൈനയ്ക്ക് അവസരം നൽകുകയും ചെയ്തു. ഇത് സ്വയം ഒരു നിഷ്പക്ഷ മധ്യസ്ഥന്റെയോ അതുപോലെ നിരീക്ഷകന്റെയോ വേഷം കൈക്കൊള്ളാൻ ചൈനയെ കൂടുതൽ സഹായിച്ച കാര്യവുമാണ്. ഗൾഫ് രാജ്യങ്ങൾ സംഘർഷത്തിൽ സ്വീകരിച്ച മധ്യസ്ഥ നിലപാടിനോട് യോജിക്കുന്ന സമീപനം കൂടിയാണിതെന്ന് പറയാം. 2025 ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ ചൈനയുടെ തന്ത്രപരമായ മൗനം അതിന്റെ സാമ്പത്തിക, നയതന്ത്ര, പ്രാദേശിക താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള സുപ്രധാനമായ നീക്കമാണ് യഥാർത്ഥത്തിൽ. ഇന്ത്യയുമായുള്ള വലിയ വ്യാപാര ബന്ധങ്ങൾക്കും CPEC പദ്ധതിക്ക് ദോഷം വരുത്താതെയും ആഗോള ശക്തി എന്ന നിലയിൽ തങ്ങളുടെ പ്രതിച്ഛായ ശക്തിപ്പെടുത്താൻ ചൈനയ്ക്ക് ഇതിലൂടെ കഴിയുകയും ചെയ്തിട്ടുണ്ട്. തുർക്കിയെ മുൻനിരയിൽ നിർത്തിക്കൊണ്ട് ഒരു പ്രോക്സി തന്ത്രം ഫലപ്രദമായി ഉപയോഗിക്കാൻ ചൈനയ്ക്ക് സാധിച്ചു എന്ന് തന്നെ പറയാം. ഇത് ഇന്ത്യയുമായുള്ള നേരിട്ടുള്ള സംഘർഷം ഒഴിവാക്കാനാണ് കൂടുതലും കാരണമായത്.
മൗനമായതും. പക്ഷേ ഈ മൗനം പാകിസ്ഥാനുമായുള്ള എല്ലാ കാലാവസ്ഥയിലുമുള്ള സൗഹൃദം എന്ന പ്രഖ്യാപനത്തിന് ഒരു വെല്ലുവിളിയായി മാറുവാനും സാധ്യതയുണ്ട്.